സോളാറിൽ എന്തൊക്കെയാണോ, അതായത് സസ്റ്റൈനബിൾ എനർജി ആയിട്ട് ഏതൊക്കെ മേഖലയിലാണോ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് അങ്ങനെ ഒരു മൾട്ടിമേക്സ് സസ്റ്റൈനബിൾ ബിസിനസ് എന്ന് തന്നെ ആക്കി തീർക്കാനാണ് എൻ്റെ ആഗ്രഹം. മൊത്തത്തിൽ മാനസികമായിട്ട് തകർന്നിരിക്കുമ്പോൾ നമുക്ക് ചില നല്ല വാക്കുകൾ പോലും നമുക്ക് കുറ്റപ്പെടുത്തലായിട്ടേ തോന്നും. അപ്പോൾ അന്ന് ചെറുപ്പത്തിൻ്റെ ആ ഒരു ഇതും എല്ലാം കൊണ്ട് നമുക്ക് വീട് വിട്ട് വാശിപ്പുറത്ത്, സത്യം പറഞ്ഞാൽ നമ്മളെക്കാട് ഒരുപാട് ജീവിതം കണ്ട മാതാപിതാക്കളാണ് രണ്ട് സൈഡിലും. എൻ്റെ വീട്ടിലായാലും ആശയുടെ അവിടെ ആയാലും കണ്ടത്. പക്ഷേ ഇവരോടുള്ള വാശിക്കെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു, വാടക വീട്ടിൽ പോയി. നമ്മൾ ചതിക്കപ്പെട്ടു എന്നുള്ളൊരു തിരിച്ചറിയൽ വരാൻ ഒരു 1.5 വർഷം. അപ്പോഴത്തേക്ക് നമ്മളെ കയ്യിൽ നിന്നെല്ലാം കംപ്ലീറ്റ് അതും പോയി. ഇൻവെസ്റ്റ് ചെയ്ത പൈസ പുള്ളി ഇദ്ദേഹത്തിന് പിന്നെയും ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യം കേസാക്കും എന്നൊക്കെ പറഞ്ഞു. എന്നെ കണ്ടവരെല്ലാം ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ വലിയൊരു പോർഷ് ഒരു മിനുക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പം നമ്മളെ കണ്ട പല ആൾക്കാരും നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. ബുദ്ധിമുട്ടും കഷ്ടപ്പാടും സാമ്പത്തിക പ്രശ്നങ്ങളും ഇല്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ നമ്മുടെ നാട്ടിൽ? എല്ലാവർക്കൊക്കെ ഉണ്ടല്ലേ, അംബാനി അഡാനി വെച്ചെന്ന് പറയുന്ന പോലെ. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്ന ഒരു സംരംഭം തുടങ്ങി വിജയിപ്പിച്ച ഒരു കഥയാണ് ഇന്ന് സ്പാർക്ക് കോഫി വിത്ത് ഷമീവൽ. ഹായ്, ഞാൻ ഷമീം റഫി, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി നിങ്ങൾ കാണുക. കാരണം എന്ത് ജീവിത സാഹചര്യം ഉണ്ടായാലും നമ്മൾ പൊരുതിയാൽ തിരിച്ചു വരാം എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉദാഹരണമായിരിക്കും ഈ ഇൻ്റർവ്യൂ. എന്നോടൊപ്പം സ്പാർക്കുള്ള ഒരു കഥ പറയാനിരിക്കുന്നത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായ വിപിനും അദ്ദേഹത്തിൻ്റെ പത്നി ആശയുമാണ്. രണ്ടുപേർക്കും സ്വാഗതം സ്പാർക്കിലേക്ക്. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. ഈഗിൾ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും സ്റ്റാർസ് ആണ് നിങ്ങൾ രണ്ടുപേരും. എൻ്റെ ഈഗിൾ കോച്ചിങ് അറ്റൻഡ് ചെയ്താൽ നമ്മൾ യാത്രകളൊക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ദുബായിലൊക്കെ. ഞാൻ വിപിൻ തുടങ്ങാം. നാട് എവിടെയാണ്? കൊല്ലത്താണ് സാർ. പഠിച്ചത് പോളിടെക്നിക് കോളേജ് എഴുകണം, അമ്പലത്തുംകാല. പിന്നെ ബിടെക് എഞ്ചിനീയറിംഗ് യൂനിസ് കോളേജ്. പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഓക്കെ, ഞാൻ താങ്കളോട് വരാം. ആശ എവിടെ പഠിച്ചു? ഞാൻ ബികോം പഠിച്ചത് IHRD. താങ്കളുടെ നാട് കൊല്ലം തന്നെയാണ്. MBA പഠിച്ചത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ഓക്കെ, പക്ഷെ MBA ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിഞ്ഞ ആളാണ് അതെ അല്ലേ? അതിനൊരു റെക്കോർഡ് ഉണ്ട്. എങ്ങനെ പഠിത്തം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് എക്സാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മാരേജ് ആണ്. ഞാൻ വിപിനിലേക്ക് തിരിച്ചു വരാം. താങ്കളുടെ ഫാദറും മദറൊക്കെ എന്താ ചെയ്തത്? അപ്പനൊരു തയ്യൽ കടയാണ്, അമ്മയ്ക്ക് ഈ കാഷ്യൂ ഫാക്ടറിയിൽ അവിടുത്തെ കുട്ടികളെ നോക്കുന്ന ജോലിയാണ് ആയാണ്. അപ്പോൾ സാമ്പത്തികമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു? സാമ്പത്തികം എന്ന് വെച്ചാൽ അപ്പനും അമ്മയും സ്നേഹിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് കുടുംബപരമായിട്ടൊന്നുമില്ല. അവരായിട്ട് എന്തെങ്കിലും ചെറിയൊരു വീട് മാത്രമേ ഉള്ളൂ, ഒരു കുടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് കഷ്ടപ്പെട്ടിട്ടാണ് മുമ്പോട്ട് വന്നത്. അപ്പം നിങ്ങൾ എത്ര മക്കളാണ്? 2 മക്കളാണ്. അനിയനുണ്ട്. താങ്കളെ എഞ്ചിനീയറിംഗ് ഇവര് പഠിപ്പിക്കാനപ്പോൾ ബുദ്ധിമുട്ടുണ്ടല്ലോ? ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് പഠിക്കാൻ വേണ്ടി ലോൺ എടുത്ത് തന്നിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മയാലും അപ്പനായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ അനിയനെയും പഠിപ്പിച്ചത്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം വീട്ടിലുണ്ടായി അല്ലേ? അതെ, ഒരുപാട്. അതായത് നമുക്ക് അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെ നമുക്ക് ആഹാരം ചുരുക്കേണ്ട അവസ്ഥയിൽ പോലും നമ്മളുടെ ഒരു അവസ്ഥയിലോട്ട് പോലും നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അമ്മയ്ക്ക് അസുഖം ഉണ്ടായി. അത് ഞങ്ങളൊരു പുതിയൊരു സന്തോഷാത്മകമായി ഞങ്ങളൊരു വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്താണ് അമ്മയ്ക്ക് യാദൃച്ഛികമായിട്ട് ഒരു അസുഖം ഉണ്ടായത്. അങ്ങനെ അതിനെ കുറിച്ച് ചികിത്സയ്ക്കായിട്ട് മൊത്തത്തിൽ ഞങ്ങൾ ഒന്നുകൂടെ ഷ്രങ്കായി. നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ ഒന്നും കൂടി ഞങ്ങൾ വേസ്റ്റ് എന്ന് തന്നെ പറയാം. ആ ഒരു സാഹചര്യത്തിൽ കടം കയറി എന്ന് പറഞ്ഞാൽ തലയ്ക്ക് മേളിൽ കടം എന്നുള്ള അവസ്ഥയിലായി. ഒരു 30-40 ലക്ഷം രൂപ ലഭിച്ചാലും നമുക്ക് ബാധ്യതകൾ ഉണ്ടായിരുന്നു. അത്രയും ബാധ്യതകളുണ്ടായിരുന്നു. കാരണം എന്നെ പഠിപ്പിക്കാൻ എടുത്ത കടം, അനിയനെ പഠിപ്പിക്കാൻ ഉണ്ടാക്കിയ കടം, വസ്തുവിന് കടം ഉണ്ടായിരുന്നു. അതെല്ലാം നിന്നപ്പോഴാണ് നമ്മളൊന്ന് വീട് എങ്ങനെയും നല്ലൊരു വീട്ടിലോട്ട്, അടച്ചുറപ്പുള്ളൊരു വീട്ടിലോട്ട് മാറണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഇറങ്ങിയത്. ആ സമയത്ത് അമ്മയ്ക്ക് അസുഖം വന്നു. അപ്പോൾ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി പൈസയായി. അതോടൊപ്പം വീട് പണി പാതി വഴിക്ക് പോയി. അതുകൊണ്ടാണ് താങ്കൾ പഠിത്തം പൂർത്തിയാക്കാൻ. അതെ, അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും അപ്പൻ്റെ വരുമാനം നിശ്ചിതമാണ്, അറിയാം. അമ്മയ്ക്കും വരുമാനമില്ല. അപ്പം സത്യം പറഞ്ഞാൽ അനിയനാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എടുക്കേണ്ടി വന്നത്. പക്ഷേ അവൻ കുറച്ചുകൂടെ ഒക്കെ ടെക്നിക്കൽ പരമായിട്ടും പഠിത്തത്തിലും കുറച്ച് ഇതായതുകൊണ്ട് കുടുംബത്തിലെ മൂത്ത മകൻ എന്നുള്ള നിലയ്ക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കുകയും ഞാൻ പഠിത്തം ഉപേക്ഷിച്ചു. ഗൾഫിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു സുഹൃത്ത് എനിക്ക് അവിടെ ഒരു വിസിറ്റിംഗ് വിസ ഏർപ്പാടാക്കി തരികയായിരുന്നു. മസ്കറ്റിലായിരുന്നു. അവിടെ ചെന്ന് ഒരു വിസിറ്റിംഗ് വിസയാണ്, ജോലി അന്വേഷിക്കണം അല്ലെങ്കിൽ ഉപജീവനത്തിന്.
മസ്കലാണ് എത്തിയത്. അപ്പം അവിടെ അദ്ദേഹം ഉണ്ട്. പക്ഷേ വന്നിട്ടൊരു മാസം കഴിഞ്ഞപ്പോഴത്തേ അവർക്കും ബുദ്ധിമുട്ടായി തുടങ്ങി. നമ്മളെപ്പോലുള്ള ആളെ അവരും നിശ്ചിത ശമ്പളം കിട്ടുന്ന ആൾക്കാരാണ്. നമ്മളെപ്പോലുള്ള ആളെ എല്ലാം എപ്പോഴും നമുക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യാനും സംരക്ഷിക്കാനും പറ്റില്ല. അപ്പം ഞാനായിട്ട് ഓരോ ജോലികൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം കിട്ടിയ ജോലി പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കലാണ്. അവിടെ കാറിൻ്റെ ഗ്ലാസ് തുടക്കലാണ് പരിപാടി കിട്ടിയത്. അതിനുശേഷം അതിൻ്റെ ശമ്പളം നമുക്ക് പോരാതായപ്പോഴത്തേക്ക് വണ്ടി കഴുകൽ, പിന്നെ നൈറ്റിൽ KFC ഇങ്ങനെയൊക്കെയുള്ള റെസ്റ്റോറൻറ്റുകളിൽ ക്ലീനിങ് പർപ്പസ്, ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു 6-7 മാസത്തെ ഒരു ചുരുക്കം പറഞ്ഞൊരു കഷ്ടപ്പെട്ടു. ഒരു 8 മാസം വരെ ആ ഒരു ജോലിയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും മാസം ഒരു അവിടുത്തെ വീട്ടിലെ ചിലവുകൾ, അനിയൻ്റെ പഠിത്തത്തിനും അത്യാവശ്യം കടമില്ലാത്ത രീതിയിലുള്ള ഒരു 10-20,000 രൂപ വരെ അയച്ചു കൊടുക്കാന്നുള്ളൊരു ഇത് നമ്മളവിടെ ഒപ്പിക്കുമായിരുന്നു എങ്ങനെയായാലും മാസം. പക്ഷെ കുറച്ച് നാൾ നീണ്ടുപോയപ്പോഴും ഈ ഒരു തുക കൊണ്ട് പറ്റാതായി. കടങ്ങൾ പിന്നെയും മുറുകി വന്നപ്പോഴാണ് ദൈവാനുഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ അപ്പനമ്മയുടെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം കണ്ടതുകൊണ്ടോ എനിക്കവിടെ ഒരു നല്ല മനസ്സിനുടമ ഒരു മനുഷ്യൻ, അമീൻ എന്ന് പറയും, അദ്ദേഹം പരിചയപ്പെട്ടു. അദ്ദേഹം ജോലി ചെയ്യുന്ന ബാങ്കിൽ എനിക്കൊരു ചെറിയൊരു ഒരു ക്ലറിക്കൽ വർക്കിന് വേണ്ടി എനിക്കൊരു ജോലി തരപ്പെടുത്തുന്നു. ക്ലറിക്കൽ വർക്കിന് ജോലി തരപ്പെടുത്തുന്നു. അത് സ്ഥിര ജോലിയല്ല, അവിടെ ഒരാളില്ലാത്തതുകൊണ്ട് എന്നെ പരിഗണിച്ചതാണ്. എന്നാൽ അത്യാവശ്യം പിടിച്ചു നിൽക്കത്തക്ക, മറ്റുള്ള ഫിസിക്കൽ വർക്കിൽ നിന്നൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പിടിച്ചു നിൽക്കത്തക്ക ഒരു ജോലിയായി. അപ്പം അതിൽ ചെയ്തു. അതിൽ കോട്ടയത്ത് ലിൻഡ മേഡം ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ സുന്ദർ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാവരുടെയും അവരുടെ ഗൈഡൻസും അവർ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്തും അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പേരിൽ എനിക്കൊരു 1.5 വർഷം കഴിഞ്ഞപ്പം ആ ജോലി സ്ഥിരമാവുകയും അത്യാവശ്യം നേരെ ഓടിപ്പോവാനുള്ളൊരു ഡീസന്റ് സാലറി ആയി. അപ്പം വീട്ടിലേക്ക് പൈസ അയച്ചു കടങ്ങളൊക്കെ പതുക്കെ കൊടുക്കാൻ തുടങ്ങി. ആൾക്കാർ നിൽക്കാനും, അത് നമ്മൾ പറഞ്ഞാൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ആൾക്കാരെല്ലാം വന്നു തുടങ്ങി. കാരണം ഗൾഫിലാണ് ഒരു ജോലി ഉണ്ടെന്നുള്ളത്. അങ്ങനെ എത്ര വർഷം എടുത്തു ആ കടം വീട്ടാൻ? ഒരു 6 വർഷം എടുത്തു കടമല്ല തീർക്കാൻ വേണ്ടിയിട്ട്. 6 വർഷം എടുത്തു. 6 വർഷം നമ്മൾ അവിടെ കിടന്ന മണലാരത്തിൽ എന്തായാലും കടങ്ങളൊക്കെ വീട്ടാൻ. അപ്പോഴാണ് കല്യാണം. 6 വർഷം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ 19 വയസ്സിലാണ് മസ്കറ്റിൽ പോകുന്നത്. 6 വർഷം കഴിഞ്ഞ് ഒരു 26 വയസ്സായപ്പോഴത്തേക്കാണ് ആശയുടെ ഒരു പ്രപ്പോസൽ വീട്ടിൽ വരുന്നത്. അപ്പം എനിക്ക് ആശ നേരത്തെ അറിയോ? ആശയുടെ ചേച്ചിയും ഞാനും ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ശരി. അന്ന് ഞാനിങ്ങനെ ആശയെ കണ്ടിട്ടുണ്ട്. അന്നിങ്ങനെ ഈ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അന്ന് ആരോട്? ആശയുടെ ചേച്ചിയോട് പറഞ്ഞു. അന്ന് ആശ നമ്മൾ റിജക്ട് ചെയ്യുക ചെയ്തത്. അപ്പം അതിനുശേഷം പ്രാരാബ്ദങ്ങളായി, പ്രശ്നങ്ങളൊക്കെയായി, അതൊക്കെ പോയി ജോലിയുടെ. അപ്പം നമ്മൾ ആഗ്രഹിച്ചതാണെന്നുകൊണ്ട് ദൈവം എനിക്ക് കൊണ്ടുതരുന്നതായതുകൊണ്ടും വീണ്ടും ആശ കറങ്ങി തിരിഞ്ഞു. അത് പള്ളിയിൽ വെച്ചിട്ട് നമ്മൾ വിപിയുടെ അമ്മ കാണുന്നത് കണ്ടു. അപ്പൊ എൻ്റെ അമ്മയടുത്ത് ചോദിച്ചപ്പോ ഓക്കെ എന്നാ ഒരു ദിവസം വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു ഓക്കെ, പള്ളി വെച്ച് വന്ന് ചോദിച്ചല്ലേ, വന്നു അപ്പനുമായിട്ട് വന്ന് കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഫോട്ടോ കൊണ്ടുവന്നപ്പോഴാണ് എൻ്റെ ചേച്ചി കണ്ടപ്പോൾ പറഞ്ഞു ഇത് എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ കൂടെ എൻ്റെ കല്യാണത്തിന് വരെ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ചേച്ചി പറഞ്ഞ് അറിയാം, വിപിനെന്ന് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ പിന്നെ പെണ്ണ് കാണല്. അപ്പോൾ ഞാൻ ഡിഗ്രി 2nd ഇയർ ആണ്. അപ്പൊ പപ്പ പറഞ്ഞു പെട്ടെന്നൊന്നും നടത്തില്ല, അവൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മ പറഞ്ഞു ഞങ്ങൾ പഠിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞപ്പം പപ്പ പറഞ്ഞു ശരി നോക്കട്ടെ, 1 വർഷം ടൈം അവർക്ക് കൊടുക്കണം, സംസാരിച്ച് അവർക്ക് തമ്മിൽ താല്പര്യമാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തൊട്ട് പിന്നെ വാക്കുറപ്പിക്കലും പിന്നെ പഠിത്തം കഴിഞ്ഞ്, അതായത് ഫസ്റ്റ് ഇയർ 3rd ഇയർ കഴിഞ്ഞ് ലാസ്റ്റ് എക്സാം കഴിഞ്ഞ പിറ്റേ ദിവസം മാരേജ് ആയിരുന്നു. അപ്പൊ അവിടെയാണ് ജീവിതത്തിലെ വലിയ വഴിത്തിരിവുകളുടെ ഒരു തുടക്കം. എനിക്ക് നിങ്ങളുടെ കഥ അറിയാം, പക്ഷെ പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ. ഈ കല്യാണം കഴിഞ്ഞോടുകൂടി കളി മാറി. അതെ, എന്തായിരുന്നു പ്രശ്നം? സത്യം പറഞ്ഞാൽ കല്യാണമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മാറ്റം തന്നു. കാര്യം കല്യാണത്തിലൂടെ പല തിരിച്ചറിവുകളും വന്നാവും. കാര്യം ഞാനും ആശയും വിവാഹിതരായപ്പോഴത്തേക്കും ഞങ്ങൾ 2 ശരീരം ഒരു മനസ്സാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചൊരു ജീവിതം ഞങ്ങൾക്ക് വേണം. അപ്പം ഞാൻ തിരിച്ച് ഗൾഫിൽ ഒരു 4 മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ച് പോകുന്നത്, കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം എനിക്ക് ആശയെ വിട്ടുപോകാനും ആശയ്ക്ക് എന്നെ വിട്ടുവിടാനും ഞങ്ങൾ പുറമേ ഉണ്ടെന്നുണ്ടെങ്കിലും മനസ്സിൽ ഞങ്ങൾക്ക് സന്തോഷമില്ല. അപ്പം ഇങ്ങനെ ഗൾഫിൽ നിന്ന് ഒരു ദിവസം രാത്രിയിൽ വിളിച്ച്, എനിക്കവിടെ പൂർണ്ണമായിട്ടും ജോലിയിലോട്ടൊന്നും ഇൻവോൾവ് ആവാനോ, കാരണം 26 വയസ്സേ ഉള്ളൂ, ആശയ്ക്ക് 22-21 വയസ്സേ ഉള്ളൂ, വളരെ ചെറുപ്പമാണ്. അല്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ
ഇല്ല. അവിടെ ചെന്നപ്പോൾ അന്ന് എൻ്റെ സാലറി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഫാമിലി വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാലറി നമുക്കില്ല. ശ്രമിച്ചോ? ഞാൻ ശ്രമിച്ചു, ഒരുപാട് ശ്രമിച്ചു. 2-3 മാസം വരെ വെയിറ്റ് ചെയ്തു. അപ്പം അന്നെല്ലാം അവിടെ സ്വദേശികവൽക്കരണം നടക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് ഫാമിലി വിസയിൽ കുറച്ച് നാളവിടെ കാത്തിരിക്കേണ്ടി വരും. അപ്പം അങ്ങനെ നമ്മൾ ഉള്ള നല്ലൊരു ചെറുപ്പത്തിൻ്റെ ആ ഒരു ഇതും ആ ഒരു സ്നേഹം കളയണ്ട എന്ന് വെച്ച് ഞങ്ങൾ ഒരു രാത്രി ഞാൻ ആശയം വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിവിടെ പറ്റണില്ല, നമുക്ക് നാട്ടിൽ വന്നിട്ട് ഞാൻ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, എൻ്റെ കൂടെ നീ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അത് ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുക, എനിക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല, കാശൊക്കെ നമുക്ക് ഉണ്ടാക്കാം, അത്യാവശ്യം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, നിങ്ങൾ ധൈര്യമായിട്ട് കയറി പോരാന്ന് പറഞ്ഞു. ഞാൻ ആശയോട് ചോദിക്കട്ടെ, ഗൾഫിൽ മര്യാദയ്ക്ക് നല്ല ജോലി ചെയ്ത് 6 കൊല്ലം കൊണ്ട് 40 ലക്ഷം കടം വീട്ടിയ മനുഷ്യനോടായി പറയുന്നത് തിരിച്ചു പോരാ? അത് അതെ അതെ, അത് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഞാൻ നാട്ടിൽ വന്ന് ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ആഗ്രഹിച്ചത് നമ്മള് ചെയ്ത് നോക്കാതെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, തടസ്സപ്പെടുത്താൻ പാടില്ലേ, വന്നോ നമുക്ക് ഒരുമിച്ച് തന്നെ ജീവിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞപ്പോ രണ്ടുപേരോട് ഒരുമിച്ച് തീരുമാനിച്ചു, എന്നാൽ തിരിച്ചു വരാം, നാട്ടിൽ വന്നിട്ട് നമുക്ക് ബാക്കി ബിസിനസ്. അതൊരു പൊട്ടിത്തെറിയാണ്. പൊട്ടിത്തെറി എന്ന് വെച്ചാൽ ജീവിതത്തിൽ ചിരിച്ചോട് സ്വീകരിച്ച പല മുഖങ്ങളും നമ്മളെ ഒരു ദേഷ്യമാവുന്ന. എന്തായിരുന്നു സംഭവം? പ്രശ്നം അറിയാം, നമ്മളെ ആ ഒരു നമ്മളെടുത്ത തീരുമാനം വളരെ പക്വതയില്ലാത്തൊരു തീരുമാനമാണെന്നാണ് ബാക്കിയുള്ളവർക്ക് തോന്നുക. അപ്പൊ എവിടെ നിന്നൊക്കെ പ്രഷർ കിട്ടി? ചുറ്റുപാടും എല്ലാ സർക്കിളിലും നമുക്ക് പ്രഷർ കിട്ടി. സ്വന്തം മാതാപിതാക്കള്, ആശയുടെ മാതാപിതാക്കള്, സുഹൃത്തുക്കള്, അത്യാവശ്യം വട്ട, അതെ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ബന്ധുക്കള്, അത് എൻ്റെ അപ്പൻ്റെ ഫാമിലി തലവട്ടപ്പനെ വെൽവിശ്വാസമായിട്ടുള്ള ആൾക്കാർ, എല്ലാവരും ഇവൻ എന്താ ചെയ്യുന്നത്, ഇത്രയും നല്ല നമ്മൾ ആ കുടുംബത്തിൽ ഇത്രയും നല്ല ജോലി വേറെ ആർക്കില്ല, അപ്പൊ ഇത് കളഞ്ഞിട്ട് വന്ന് ഇതിനൊക്കെ ജോലി ഇനി കിട്ടുമോ, അപ്പൊ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടില്ല. അപ്പം അങ്ങനെ അത്രയും നല്ലൊരു ജോലി കളഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനാ, ടെക്നിക്കൽ പരമായിട്ടൊന്നും അറിയില്ല, നാട്ടിൽ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല, ഒരു ഇതുമില്ല. നാട്ടിൽ വന്ന എന്തെങ്കിലും ഒന്നൊരു മെഡിക്കൽ റെപ്പായിട്ട് പോവാം, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ സെയിൽസ് ആയിട്ട് കയറാം. പക്ഷെ അതൊക്കെ ചെയ്ത് ഈ റവന്യൂടെ എത്താൻ ഒരുപാട് സമയം എടുക്കും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാനാണ് താല്പര്യം, ഈ അണ്ടറിൽ നിൽക്കാൻ ആരുടെയും ഒരു കമ്പനിയുടെ അണ്ടറിൽ ഓരോ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ എനിക്ക് ആശയോടൊപ്പം തിരിച്ചെത്തി പെൺകോന്നെന്ന് വരെ ശരി. തിരിച്ചെത്തിയിട്ട് എന്ത് സംഭവിച്ചു? തിരിച്ചെത്തി വെറും കല്യാണത്തിന് ഒരുപാട് പൈസയൊക്കെ ചെലവാക്കിയിട്ട് നാട്ടില് അത്യാവശ്യം ചെലവാക്കിയിട്ടാണ് തിരിച്ചു പോയത്. അപ്പൊ നീക്കിയിരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എത്രയുണ്ട് ബാക്കി? വെറും 60,000 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സാലറി എത്ര ഉണ്ടായിരുന്നു? സാലറി 1,40,000 അടുപ്പിച്ചൊരു സാലറി ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നാട്ടുകാര് പറഞ്ഞൊരു കാര്യമില്ല എന്ന് എല്ലാരും ചിന്തിക്കും. ഓക്കെ, എന്നിട്ട് നാട്ടിൽ വന്നു. അപ്പം അനിയൻ നാട്ടിൽ ഉണ്ടായിരുന്നു. അനിയന് നാട്ടിൽ അത്യാവശ്യം വീട്ടൊക്കെ കഴിഞ്ഞ് ടെക്നിക്കൽ പരമായിട്ട് കുറച്ച് പ്രോജക്റ്റുകളൊക്കെ അനിയൻ ചെയ്തിട്ടുണ്ട്. അനിയനൊരു ബിസിനസ് സംരംഭം നാട്ടിൽ തുടങ്ങണമെന്ന് പറഞ്ഞു. അതിൽ ഞാൻ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തു. എത്ര ഇൻവെസ്റ്റ് ചെയ്തു? ഒരു 7-8 ലക്ഷം വരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. ഇൻവെസ്റ്റ് ചെയ്ത് അനിയനത് 1 കൊല്ലം വരെ അത് റൺ ചെയ്തായിരുന്നു. അപ്പോൾ അനിയൻ അത്യാവശ്യം ഒരു ക്ലയൻറ്റ് ബേസ് ആണ്. ബാറ്ററിയുടെ ഇൻസ്റ്റലേഷനും, ഹെവി ഡ്യൂട്ടി ബാറ്ററി ഇൻസ്റ്റലേഷനും, പിന്നെ ജനറേറ്ററിൻ്റെ ഇൻസ്റ്റലേഷനും, CCTV ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഓഫ് ഗ്രിഡ് സോളാറിൻ്റെ പരിപാടി അനിയൻ ഉണ്ടായിരുന്നു. പക്ഷെ അനിയൻ അത് 1 വർഷം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് റൺ ചെയ്യാൻ പറ്റില്ല. അനിയൻ്റെ കല്യാണം റീസെൻ്റ്ലി നടന്നു. അപ്പം അനിയൻ അങ്ങോട്ടത് നോക്കി നടത്താൻ പറ്റില്ല. അപ്പൊ അതും വേസ്റ്റായി കിടക്കുന്നു. 8 ലക്ഷം പോയി. 8 ലക്ഷം രൂപ പോയി. അപ്പൊ അങ്ങനെ പുള്ളിക്ക് അത്യാവശ്യം നല്ലൊരു പാക്കേജ് കിട്ടിയിരുന്നു. അത്യാവശ്യം ജോലി കിട്ടി. ക്വാളിഫൈഡ് ആയതുകൊണ്ട് അദ്ദേഹം RP ഗ്രൂപ്പിന്റെ ഒരു കമ്പനിയിൽ അത്യാവശ്യം IT ഹെഡായിട്ട് റിക്രൂട്ട് ചെയ്തു. പുള്ളി ആ വഴി സെറ്റായി. വിപിനോട് വന്ന് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അതെ, ചോദിച്ചത് 4 ഭാഗത്തുനിന്നും എന്തായി. അപ്പം ഒന്നേന്ന് ഇതെല്ലാം തുടങ്ങണം. അപ്പം അന്ന് നമുക്ക് ഈ എംപ്ലോയീസിനെ കിട്ടാനും ഇതൊക്കെ പാടാണ്. പല പണികളും ഞാൻ തന്നെയാണ് പോയി ചെയ്ത്, ബാറ്ററി മുറിക്കല്, ബാറ്ററി എടുത്തുകൊണ്ട് ചുമക്കല്, വണ്ടി ബാറ്ററി കയറ്റല്, പിന്നെ ഈ പറഞ്ഞ കണക്ക് തന്നെ ജനറേറ്ററിന്റെ കാര്യമായിരുന്നാലും അതിന്റെ അവിടെ പോലെ കാര്യം എന്നെ കണ്ടവരെല്ലാം ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ വലിയൊരു പോർഷ് ഒരു മിനുക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പം നമ്മളെ കണ്ട പല ആൾക്കാരും നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബിസിനസ് തുടങ്ങുന്നു. പക്ഷേ ഇതിന്റെ പൈസ പെൻഡിങ്, ക്രെഡിറ്റ് ഒരുപാട് പോകുന്നു, പേയ്മെന്റ് കറക്റ്റായിട്ട് വരുന്നില്ല, അവിടുന്ന് മറിക്കുന്നു ഇവിടുന്ന് മറിക്കുന്നു, പലരും സ്നേഹിച്ചുകൊണ്ട് നമ്മളെ സാധനം കൊണ്ടുപോകുന്നു, തിരിച്ച് പേയ്മെന്റ് വരുന്നില്ല. സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ്. വീട്ടിൽ പ്രഷർ, അവിടെ പ്രഷർ, വരുമാനമില്ല. വരുമാനം ഉണ്ടെന്ന് പറഞ്ഞാൽ മുതലിൽ നിന്ന് എടുത്ത് ചെലവാക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിന്നത്. അപ്പൊ ഒരു സ്വന്തമായിട്ട് ഒരു വണ്ടി പോലും ഇല്ലായിരുന്നു. ഞാൻ ഗൾഫിലായതുകൊണ്ട് നമുക്ക് ഇവിടെ വണ്ടി വേണം. അനിയന്റെ വണ്ടി, അനിയൻ ജോലി കിട്ടിയോണ്ട് അനിയനെ ബൈക്ക് എടുത്ത് വണ്ടിയെടുത്ത് പോയി. കുറ്റപ്പെടുത്തൽ വിഭിന്ന മാത്രമാണോ? അല്ല, കുറ്റപ്പെടുത്തൽ എന്നെ മാത്രം, എന്നെക്കാട്ടി ഒരുപാട്. ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരുന്നവരൊന്നും അറിയില്ല. പക്ഷെ വീട്ടിനകത്തിരുന്ന് കംപ്ലീറ്റ് കേട്ടത് എൻ്റെ വീട്ടിൽ നിന്നും, അവളെ വീട്ടിൽ നിന്നും, ആശയുടെ വീട്ടിൽ നിന്നും, കൂട്ടുകാരുടെ ഇടയിൽ നിന്നും, ബന്ധുക്കളുടെ നിന്നും എല്ലാം കേട്ടത്. ഒരു ഫംഗ്ഷന് പോയാലും ആശയുടെ ചോദിക്കും,
അവൻ വെളുവിളാന്നിരുന്നു കണ്ടോ കറുത്തി കരിവാളിച്ച് എന്നെ കാരണമല്ലേ എന്നൊക്കെ പറഞ്ഞ് ആശയെ ഒരുപാട് കുറ്റപ്പെടുത്തും. ഒരുപാട് കുറ്റപ്പെടുത്തൽ ആശ അതിൽ അനുഭവിച്ചിട്ടുണ്ട്. ആശയാണെങ്കിൽ വിളിച്ചോണ്ട് വന്നത് സത്യത്തിൽ ഞാൻ ആശയോട് അങ്ങോട്ടാ പറയുന്നത്, പക്ഷെ എല്ലാരും പറഞ്ഞു പറയും വരുമ്പോഴത്തേക്കും ആശയാണ് പറയുന്നത്. ആശ ആ സമയത്ത് ഒരു മാനസികാവസ്ഥ എങ്ങനെയുണ്ടായിരുന്നു? അന്നേരം ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളും ആയിരുന്നു. പിന്നെ തൊട്ട് ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. എന്റെ വിജയാന്റെ ആഗ്രഹത്തിന്റെ ഒപ്പം നിന്നിട്ട് നമ്മളത് കേട്ടിട്ട് വിവിയെ കുറ്റപ്പെടുത്താനോ ആരെയും കുറ്റപ്പെടുത്താനോ ഞാൻ അത് കേട്ടിട്ട് ഞാൻ കേൾക്കാത്തങ്ങനെ നിൽക്കും. അത് മൈൻഡ് ചെയ്യത്തില്ല. കുട്ടിയായി മോനായി. മോന്റെ കാര്യങ്ങളും ഇവിടെ കാര്യങ്ങളും നോക്കി മോൻ എന്തായാലും എവിടെയാ സ്കൂളിൽ വിടുന്ന വരെ എനിക്കിനി എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വീട്ടിൽ തന്നെ മോന്റെ കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്തു. അതേപോലെ വിബിയുടെ കാര്യത്തിലും. വിബിക്ക് ഇപ്പം എന്തായാലും ഒരു റിസ്ക് കാണാം. അതെ അതെ, വേറെ പ്രശ്നങ്ങളൊന്നും സോൾവ് ആയിട്ടില്ല. ഇല്ല. പിന്നെ പ്രശ്നങ്ങൾ കൂടുകയാണ്. കുഞ്ഞായി ഇപ്പൊ തൊട്ട് നമ്മളൊരു പാർട്ണർഷിപ്പിൽ അതിന് മുമ്പ് ചേർന്നായിരുന്നു. ഫാമിലി തന്നെ ഒരാളുടെ പാർട്ണർഷിപ്പിൽ നമ്മൾ ചേർന്നായിരുന്നു. അദ്ദേഹം കുറച്ച് ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അതിനകത്ത് കുറച്ചും കൂടെ കട വിപുലീകരിക്കാൻ പ്രോഫിറ്റിന് ഒരു ഷെയർ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഗൾഫ് റിട്ടേൺ വന്ന് നിന്നതാണ്. ഇദ്ദേഹത്തിന് ടെക്നിക്കലി ഒന്നും അറിയില്ല, പക്ഷെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ പുള്ളി ഹാൻഡിൽ ചെയ്യും. ഞാൻ സെയിൽസിലോട്ടും ബിസിനസ് കൊണ്ടുവരാന്നുള്ള ഇത് വിശ്വസിച്ച് തുടങ്ങിയതാണ്. 1 വർഷം ഓടി. അപ്പം കടയിലെ പല സ്റ്റോക്കുകളും കാലി ആയി. അങ്ങനെ നമ്മൾ ചതിക്കപ്പെട്ടു എന്നുള്ളൊരു തിരിച്ചറിയൽ വരാൻ ഒരു 1.5 വർഷം. അപ്പോഴത്തേക്ക് നമ്മളെ കയ്യിൽ നിന്നെല്ലാം കംപ്ലീറ്റ് അതും പോയി. ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഇദ്ദേഹത്തിന് പിന്നെയും ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യമായി കേസാക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ അപ്പൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ആ ഒരു പാർട്ണർഷിപ്പിലോട്ട് വന്നത്. അപ്പം പകുതി പൈസ അപ്പൻ വീടിന്റെ പ്രമാണമൊക്കെ കൊണ്ടുവച്ചിട്ട് എനിക്ക് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെയും അവിടുന്ന് ആശയുടെ കുടുംബത്തിൽ നിന്നൊക്കെ പൈസ സഹായിച്ച് നമ്മളത് സെറ്റിൽ ചെയ്ത് വിട്ടു. അപ്പോഴും വീട്ടില് പിന്നെയും ഒരു തോൽവിയായ അവസ്ഥയിൽ നിന്ന് പിന്നെ വഷളാവുകയാണ്. അതിന്റെ ഇടയിൽ കുഞ്ഞായി, കുത്തുവാക്കുകളായി, പ്രശ്നങ്ങളായി. മാനസികമായി തകർത്ത് കളയുന്ന സംഭവങ്ങളാണ്. മാനസികമായും സാമ്പത്തികമായിട്ടും തകർത്ത് കളയുന്ന ഇതാണ്. അപ്പോൾ അന്ന് നമ്മൾ ഈ മൊത്തത്തിൽ മാനസികമായിട്ട് തകർന്നിരിക്കുമ്പോൾ നമുക്ക് ചില നല്ല വാക്കുകൾ പോലും നമുക്ക് കുറ്റപ്പെടുത്തലായിട്ടേ തോന്നും. അപ്പോൾ അന്ന് ചെറുപ്പത്തിന്റെ ആ ഒരു ഇതും എല്ലാം കൊണ്ട് നമുക്ക് വീട് വിട്ട് വാശിപ്പുറത്ത്, സത്യം പറഞ്ഞാൽ നമ്മളെക്കാട് ഒരുപാട് ജീവിതം കണ്ട മാതാപിതാക്കളാണ് 2 സൈഡിലും. എൻ്റെ വീട്ടിലായാലും ആശയുടെ അവിടെ ആയാലും കണ്ടത്. പക്ഷേ ഇവരോടുള്ള വാശിക്കെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. വാടക വീട്ടിൽ പോയി. വാടക വീട്ടിലായപ്പോഴും ആശയും കുഞ്ഞും ഒറ്റയ്ക്കായി. ഞാൻ പോകേണ്ടി വന്നു. അപ്പം ഒറ്റയ്ക്കായിരുന്നാൽ പോലും ആശയെ കുഞ്ഞിനെ നോക്കാൻ പോലും എനിക്ക് നേരം സമയമില്ല. ബിസിനസ്സിൽ വീണ്ടും കടന്ന് ഓടി ഈ പെടാപ്പാച്ചിൽ പിന്നെയും. അപ്പോഴും പക്ഷെ എന്നെ കുറ്റപ്പെടുത്താതെ ഏക വ്യക്തി ആശ മാത്രമേ ഉള്ളൂ. അങ്ങനെ മകനൊരു ചെറിയൊരു കൈക്കുഞ്ഞ് 6 മാസമായപ്പോഴത്തേക്ക് ഒരു അസുഖം പിടിപെട്ടു. അങ്ങനെ അതൊരു ഒരു മാസം വരെ കുഞ്ഞ് ICUലായിരുന്നു. അപ്പോൾ അന്ന് പിന്നെയും മാതാപിതാക്കളെ പറഞ്ഞു തിരിച്ച് വീട്ടിൽ വന്നൊക്കെ പറഞ്ഞു. തിരിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടി ആലോചിച്ചു. നാട്ടിൽ നിന്ന് രക്ഷയില്ല, തിരിച്ച് വിദേശത്ത് പോയി തന്നെ കരിയർ ബിൽഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. മാൾട്ടയിലേക്ക് ഒരു ഓഫറൊക്കെ വന്നിരുന്നു. മാൾട്ടയിലേക്ക്. അപ്പം എനിക്കും നാട്ടിൽ ബിസിനസ് ചെയ്യാൻ മാനസികമായിട്ട് അന്ന് എന്നെ പിടിച്ചു നിർത്തിയ ഏക വ്യക്തി, നിങ്ങൾ എവിടെയും പോകണ്ട, ഇവിടെ തന്നെ നമുക്ക് നിൽക്കാന്നൊക്കെ പറഞ്ഞ് ഒരാൾ ആശ മാത്രമേ ഉള്ളൂ. ആശയ്ക്ക് ഇവിടെ നാട്ടിൽ ഞാൻ വേണം, അങ്ങനെ പിടിച്ചു നിർത്തിയ വ്യക്തി. അപ്പോഴും എനിക്ക് മാനസികമായിട്ട് ആശ ഇനി അത് പറ്റില്ല, നമ്മൾ ഒരുപാട് തപ്പിട്ട് പോയി, ഇത് കരകയറണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പോയി നിന്നെങ്കിലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് കോട്ടയത്തുള്ള രഞ്ജിത്ത് എന്ന് പറയും. അതായത് നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ്, വളരെ നല്ല സുഹൃത്താണ്. അദ്ദേഹം എനിക്ക് പറഞ്ഞു, ഇടയിൽ നീ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിൽക്കുകയല്ലേ, ഈ നമ്മുടെ ബോർഡ് മീൽ സോളാറിൻ്റെ ഒരു പരിപാടി ക്ലാസ് വരുന്നുണ്ട്, നീ അതൊന്ന് അറ്റൻഡ് ചെയ്യും. സോളാറിൻ്റെ ഒരു ക്ലാസ് വരുന്ന അറ്റൻഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ശരി, ഒരു പുതിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, എന്നാലും നമ്മൾ പോകാൻ നിൽക്കുക, നമ്മൾ പഠിച്ചു വെച്ചേക്കാമെന്നും പറഞ്ഞു ഞാനവിടെ പോകുന്നു. ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ആ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ സാറിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം വയനാട് വെച്ചിട്ട്, വയനാട് നമ്മൾ തമ്മിൽ ആദ്യം അക്കീഷയുടെ പ്രോഗ്രാമിൽ കാണുന്നു. അന്ന് സാറ് അന്ന് ചെറിയ ചെറിയ ടിപ്പുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ മാർക്കറ്റിങ്ങിൽ 1-2 ഈ പ്രോജക്റ്റിനെ പറ്റി ചെയ്തു തുടങ്ങി. അത് നമുക്ക് അവിടെ ഞാനൊരു തുടക്കക്കാരാണ്, എനിക്ക് അതിൽ യാതൊരു ബന്ധകാര്യങ്ങളൊന്നുമില്ല. അന്ന് തന്നെ വിശ്വസിച്ചൊരു വർക്ക് തന്നൊരു ബീച്ചേട്ടാണ് നമ്മുടെ നാട്ടിൽ ഫിനാൻസ് നടത്തുന്ന ബീച്ചേട്ടൻ. അപ്പോൾ അദ്ദേഹം എനിക്ക് വർക്ക് തന്നു. അപ്പോൾ ആ വർക്കിൽ അത്യാവശ്യം മിനിമം മാർജിൻ ഉണ്ടായി. അപ്പം എനിക്കത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കും മറ്റേ വെളിയിലോട്ട് പോകാനുള്ളതെല്ലാം റെഡിയായി. അപ്പം രണ്ടും ഒരു മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പം വേണ്ട, ഇത് വേണ്ട, പോവാം എന്നുള്ള രീതിയിൽ നിന്നപ്പോഴാണ്
കോവിഡ് വരുന്നത്. കോവിഡ് ആയപ്പോഴത്തേക്കും മാൾട്ട ഏകദേശം തീരുമാനമായി. അപ്പോൾ സോളാറിലോട് കുറച്ചും കൂടെ അഗ്രസീവായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു വർക്കായി അദ്ദേഹം എന്നെ പലയിടത്തും റെഫർ ചെയ്തു. അദ്ദേഹത്തിന്റെ റെഫറൻസിൽ കൂടി പലയിടത്തും പ്രോജക്റ്റ്. ആദ്യത്തെ വർക്ക് തന്നാരാണ്? അതാണ് JB ഫിനാൻസിലെ ബീച്ചേട്ടാണ്. ഞാൻ ആശയോട് ചോദിച്ചോട്ടെ, ഈ മാൾട്ടയിൽ പോയി രക്ഷപ്പെടാൻ ചിന്തിച്ചാലും സമ്മതിച്ചില്ല? ഇല്ല. അപ്പോഴും ആശ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്? അത് നാട്ടിൽ തന്നെ ഇപ്പം തുടങ്ങി, എന്തായാലും ഒരു താഴ്ച ഉണ്ടാവും, അതിന്റെ മേളിലൊരു ഉയർച്ചയും ഉണ്ടാവും. അപ്പൊ എന്ത് റിസ്ക് വന്നാലും നമുക്കത് മുമ്പോട്ട് തന്നെ കൊണ്ടുപോകാം. അപ്പം ഈ ഐഡിയ എല്ലാം തുടങ്ങി നമുക്ക് വേറെയും ഐഡിയാസും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ എങ്ങനെയായാലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ പിടിച്ച് നിൽക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ വിബ്ജാൻ വേറെ നാട്ടിലും ഞാൻ വേറെ നാട്ടിലും നിൽക്കുന്നതിലും നല്ലത് ഒരുമിച്ച് തന്നെ നിൽക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ സോളാറിലേക്ക് കൈവച്ചു. അങ്ങനെ ആ ഒരു വർക്ക് കഴിഞ്ഞ് 2-3 മാസം വരെ നമ്മൾ അകത്തായിരുന്നു, വീടിന് ക്വാറന്റൈനിലായിരുന്നു. പിന്നെ നമ്മുടെ മാർക്കറ്റ് ഒന്ന് അപ്പായി വരാൻ ഒരു 1.5 വർഷം എടുത്തു. അതിനുശേഷമാണ് PM സൂര്യാഘർ എന്നുള്ളൊരു പദ്ധതി നാട്ടിൽ വന്നു. അതെന്തായാലും ഒരു പോസിറ്റീവ് സൈനായിട്ട് തന്നെ എടുത്തു. നമ്മൾ വന്നു. അതിനുശേഷം നമ്മൾ ഈഗിളിൽ വന്നു. ഈഗിളിൽ വരുമ്പോഴാണ് ഞാൻ വിപിന്റെ അടുത്ത് ഈഗിളിൽ വന്ന് അവിടെ നിന്ന് പിച്ച വെച്ച് പഠിച്ച കുറച്ച് കാര്യങ്ങൾ അപ്ലൈ ചെയ്തു. അതിനുശേഷം കുറേ നല്ല സുഹൃത്തുക്കൾ, കുറേ നല്ല വെൽവിഷേഴ്സ്, അവരുടെ എല്ലാം അനുഗ്രഹം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പോയി. ഓരോ വർഷവും ഓരോ ടാർഗറ്റ് ഗോള് വെച്ച് അച്ചീവ് ചെയ്ത് അത്യാവശ്യം സോളാറിൽ ഇപ്പം അറിയപ്പെടുന്ന ഒരു ഫേമായിട്ട് നമ്മൾ മാറി. നമ്മുടെ ബ്രാൻഡിന്റെ പേരെന്താ? മൾട്ടിമിക്സ് എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. മൾട്ടിമിക്സ് എന്നാണ്. നമ്മൾ ആ ഫസ്റ്റ് കിട്ടിയ ഒരെണ്ണത്തിൽ നിന്ന് അന്ന് എംപ്ലോയി ആയിട്ട് ആരാണുള്ളത് അവിടെ? എന്റെ കൂടെ അന്ന് അനന്തു എന്ന് പറഞ്ഞ് അനന്തുണ്ട്. അനന്തൂരെ കൊണ്ട് ഇന്നിപ്പോ എത്ര പേരായി? ഇന്നിപ്പോ നമുക്ക് 65ഓളം സ്റ്റാഫുണ്ട്. 60 പേരുണ്ട്. ആ ഫസ്റ്റ് പ്രോജക്റ്റിൽ നിന്ന് ഈ മാസം നമ്മൾ എത്ര പ്രോജക്ട് ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ മെയിൽ നമ്മൾ 112 സോളാറിന്റെ പ്രോജക്റ്റുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഓൺ ഗ്രിഡ് ആണോ? അല്ല, ഓൺ ഗ്രിഡ് മാത്രമല്ല, നമ്മൾ ഹൈബ്രിഡ് പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഹൈബ്രിഡിൽ നമ്മൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ആണെന്ന് മാർക്കറ്റിൽ അറിഞ്ഞു തുടങ്ങി. അങ്ങനെ ഹൈബ്രിഡ് ഒരു ആദ്യം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ചെയ്യുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. പുതിയ ടെക്നോളജി എടുത്ത് എനിക്കൊരു കസ്റ്റമർ, അതായത് NRI കസ്റ്റമർ അത് ചെയ്യാൻ എനിക്കൊരു അവസരം തരികയും അദ്ദേഹം അതിനെപ്പറ്റി കുറച്ചും കൂടെ നോളജ് ഉള്ള ആളായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ഞാനും പഠിച്ചത് ഈ ഒരു ടെക്നോളജിയെ പറ്റി. അതിൻ്റെ മെറ്റീരിയൽസ് എവിടെ ഉണ്ടെന്നൊക്കെ അറിയാനും അത് പ്രൊക്യൂർ ചെയ്യാനും ഉള്ള സ്ഥലങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തരും. ഞാൻ അദ്ദേഹത്തിൻ്റെ അവിടെ വെച്ചു. അത് ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അതിനുശേഷം എനിക്ക് അതിൽ പരം ആ ഒരു സർവീസിനെ പറ്റിയിട്ട് ഒരുപാട് എൻക്വയറീസ് വന്നു. ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്തു. അതിൽ എനിക്ക് ഏറ്റവും വലിയ പ്രോജക്റ്റ് എനിക്കൊന്ന് കേരളത്തിൽ നമ്മൾ മൾട്ടിമിക്സ് മാത്രമായിരിക്കും ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഹൈബ്രിഡ് ബാറ്ററി ബാക്കപ്പ് പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളാണ്. എവിടെയാണത്? അത് കാസർഗോഡ് മഞ്ചേശ്വരത്താണ്, ഒരു ഹോസ്പിറ്റലാണ്. 110 കിലോവാട്ടിന്റെ ഹൈബ്രിഡ് പ്രോജക്റ്റ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും വലിയ പ്രോജക്റ്റ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും സ്പെഷ്യലിസ്റ്റുകൾ നിങ്ങളാണ്. അതെ, ഹൈബ്രിഡിൽ ഏറ്റവും വലിയ പ്രോജക്റ്റുകൾ നമ്മളാണ്. അതായത് നാട്ടില് ഒരുപാട് ആൾക്കാർ ഹൈബ്രിഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ കസ്റ്റമേഴ്സിനും വേണ്ട റിക്വയർമെന്റ് അനുസരിച്ച് അതിന്റെ ബാക്കപ്പ് സൊല്യൂഷൻ കൊടുക്കുന്നതിൽ നമ്മൾ കുറച്ച് പ്രൊഫഷണൽ ആണ്. നമ്മൾ അതിന് കുറച്ച് നല്ലൊരു സൊല്യൂഷൻ അവർക്ക് കൊടുക്കാൻ പറ്റും. പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ബാറ്ററിയും കൂടി ഉണ്ടാവും. അത് ബാറ്ററിയിൽ പല വിഭാഗത്തിൽ ഇപ്പോൾ ബാറ്ററി ഉണ്ടാവും. ചിലപ്പം 5 യൂണിറ്റ് സ്റ്റോർ ചെയ്യേണ്ട ഒരു കസ്റ്റമറിന് ബാറ്ററി ഉണ്ടാവും. ചിലപ്പോൾ 20 യൂണിറ്റ് സ്റ്റോർ ചെയ്യേണ്ട കസ്റ്റമേഴ്സിനുണ്ടാവും. ഇപ്പോൾ ഒരു 50 കിലോ വാട്ട് കണക്റ്റിലോട് വരേണ്ട ഒരു കസ്റ്റമേഴ്സിന് നമ്മൾ 5 കിലോ വാട്ടിന്റെ ബാറ്ററി വെച്ചാൽ പോരാ. അവർക്ക് 50 യൂണിറ്റ് സ്റ്റോർ ചെയ്യത്തക്ക തരത്തിലുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിൽ ബഡ്ജറ്റും അതിനുള്ള അവിടുത്തെ കണക്റ്റഡ് ലോഡും അവിടുത്തെ വയറിങ്ങും അവിടുത്തെ MEP കൺസൾട്ടന്റും എല്ലാവരുമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ഒരു ബാക്കപ്പ് സൊല്യൂഷൻ ആയിട്ട് നമുക്കത് ഡിറ്റർമിൻ ചെയ്ത് കൊടുക്കാം. ഒരു 60ഓളം എംപ്ലോയീസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് പ്രത്യക്ഷമായിട്ടാണ്? പരോക്ഷമായിട്ട് നമ്മൾ കേരളത്തിൽ നമ്മളുടെ വെൻഡേഴ്സ് ആയിട്ട് തന്നെ 100 പേര് സ്റ്റാഫുകളുണ്ട്. വെരി ഗുഡ്. 160ഓളം പേര് നമ്മൾ മൂലം അന്നം. അതെ, ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇദ്ദേഹം ഈ സ്ട്രഗിൾ ചെയ്യുന്ന ഫേസിൽ എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ഒരു ജോലിയോ അങ്ങനെ ചിന്തിച്ചില്ലേ? ഉണ്ടായിരുന്നു. ഞാൻ അതായത് മോന് സ്കൂളിൽ വിടുന്ന സമയമായപ്പോൾ മോനെ സ്കൂളിൽ വിട്ടിട്ട് ഒരു CBSE സ്കൂളിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് സൈലോ സെൻട്രൽ സ്കൂളിൽ നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ വെച്ച് ഞാനൊരു 8 മാസത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നേരം രാവിലെ 4 മണിക്ക് എണീക്കുക, മോനെ സ്കൂളിൽ വിടാണ്ട് നേരത്തെ ഒരുക്കിയിരുത്തുക. അപ്പോഴൊക്കെ മോനെ 6 മണിക്ക് എണ്ണിപ്പിച്ച് ഞാൻ ഒരുക്കി അവിടെ ഇരുത്തും. കാരണം എനിക്ക് 8:15 അവിടെ കയറണം. അപ്പൊ അതിനോണ്ട് നേരത്തെ മോനെ എണ്ണിപ്പിച്ച്, അന്ന് LKG-യിലാണ് ആള്. അപ്പൊ എണ്ണിപ്പിച്ച് നേരത്തെ ഒരുക്കി ഇരുത്തി കഴിഞ്ഞ് ഞാൻ വിബ്ജാനെ ഏൽപ്പിച്ചിട്ട് അതെ, ഓഫീസ് തുറക്കുന്നതിന് മുമ്പ് മോനെ സ്കൂൾ ബസ്സിലാക്കിയിട്ട് വിബി ഓഫീസിലോട്ടും പോകും. ഞാൻ 8:15 കയറാനുള്ള സ്കൂളിലേക്കും പോകും. അപ്പൊ അന്ന് ഒരു 8 മാസമായിരുന്നു. പിന്നെ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഞാൻ MBA ചെയ്യാനായിട്ട്
സ്റ്റാർട്ട് ചെയ്തു. Okay. MBA പണ്ടേ പഠിക്കണം എന്ന് ആഗ്രഹം ആഗ്രഹമുണ്ട്. അപ്പം ബാക്കി ഇപ്പം ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണല്ലോ നിർത്തേണ്ടി വന്നത്. അതുകൊണ്ട് MBA തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ MBA സ്റ്റാർട്ട് ചെയ്തു, പഠിച്ച് അത് ഫുള്ള് പഠിപ്പിക്കാനും എല്ലാത്തിനും എന്നെ കൊണ്ടുവിടാനും ഒക്കെ വിചാരം തന്നെയാണ് മുൻകൈ ഇനിഷ്യേറ്റീവ് എടുത്ത്. അതെ. അപ്പൊ ഈ MBA-കാരിയെ നമ്മുടെ കമ്പനിയിലോട്ട് കയറ്റിയോ? MBA-കാരിയാണ് ഇപ്പൊ കമ്പനിയിലെ കാര്യം. നമ്മൾ എപ്പോഴും പുറത്തായിരിക്കും. സോ നമ്മൾ പല പ്രോജക്റ്റുമായിട്ട് കേരളത്തിനകത്തും പുറത്തുമായിട്ട് നമുക്ക് പോകേണ്ടി വരും. അപ്പം എത്ര ആളുകൾ ഉണ്ടെങ്കിലും സ്റ്റാഫുകളെല്ലാം ഓക്കെയാണ്. സ്റ്റാഫുകളുടെ ഒരു ബലവും അവരുടെ ഒരു സഹകരണ സപ്പോർട്ടും കൊണ്ടാണ് നമുക്ക് ഈ വിജയം ഉണ്ടായത്. എല്ലാ സ്റ്റാഫുകളും നമ്മളോട് അത്രയും ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും എന്നെപ്പോലെ ചിന്തിക്കുകയും എന്നെപ്പോലെ പ്രവർത്തിക്കുകയും ഞാൻ എടുക്കേണ്ട രീതി തന്നെ ഡിസിഷൻ എടുക്കാൻ തക്ക പ്രാപ്തിയായിട്ടുള്ള ആളവിടെ ഇരിക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആശയ്ക്ക് MBA കഴിഞ്ഞപ്പോൾ അവരുടെ പല ഫ്രണ്ട്സിൻ്റെ ഒന്നും എനിക്ക് അവരുടെ ഫ്രണ്ട്സൊക്കെ ജർമ്മനിലോട്ട് തന്നെ വേക്കൻസി വെച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആശ ഞാൻ പറഞ്ഞു എന്നെ എവിടെയും വിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇനി എവിടെയും പോകണ്ട, കമ്പനി തന്നെ നോക്കി നടത്താൽ മതി. ആശയാണ് ഇപ്പം ഓഫീസിൽ HR ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത്. അവിടുന്ന് അത്യാവശ്യം എല്ലാം, അതായത് ഞാൻ എന്താണോ തീരുമാനിക്കുക, ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതിലും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ആശയാണ് ചെയ്ത്. നമ്മൾ ആ തീരുമാനം എടുക്കുന്ന ഈഗിളിന്റെ വേദിയിൽ വെച്ചിട്ടാണ്. അതെ അതെ അതെ, എന്റെ അടുത്താണ് അത് ചോദിക്കുന്നത്. അതെ. ഞാൻ പറഞ്ഞത് നമ്മൾ ഈഗിളിൽ പഠിച്ചൊരു വിഷയമാണ്. അതെ. നമ്മുടെ ഏറ്റവും വലിയ മൂലധനം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഭാര്യ. കാരണം അവര് നമ്മള് കൊണ്ടു നടക്കുന്ന പോലെ അവരെക്കാളും വേറെ ആരും ചിന്തിക്കില്ല. അപ്പോ ആശ അവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഒരു ഭാര്യ ബിസിനസ്സിലേക്ക് വന്നോണ്ട്. ആശ വന്നതിന് ശേഷം എനിക്ക് കുറച്ചും കൂടെ ബിസിനസ്സിൽ, അതായത് ശ്രദ്ധിക്കാൻ സമയം കിട്ടി. അതായത് ഞാൻ ഇടപെട്ടുകൊണ്ടിരുന്ന കുറേ പ്രശ്നങ്ങൾക്ക് വളരെ സുതാര്യമായിട്ടും വളരെ ഈസി ആയിട്ടും സൊല്യൂഷൻ, അന്ന് സാറ് പറഞ്ഞ പോലെ നമ്മളെക്കാട്ടി ക്വിക്കായിട്ട് അവർ സൊല്യൂഷൻ കണ്ടുപിടിക്കും. കാരണം ഞാൻ പല വിഷയങ്ങളും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് ഓഫീസിൽ. അപ്പോൾ അതിൽ പോലും ആശ ഇടപെട്ടിട്ട് നയപരമായിട്ടുള്ള കാര്യങ്ങൾ അത് ഡീൽ ചെയ്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ലാത്ത രീതി വരെ. പക്ഷെ ചില കാര്യങ്ങളിൽ ഭയങ്കര സ്റ്റേനായിട്ട് ഡിസിഷൻ ഇവർ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ, ആശ പറഞ്ഞാൽ പിന്നെ അത് വേണ്ടെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തോട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും എന്തെങ്കിലും കാരണമില്ലാതെ ആശ അത് പറയില്ല. അപ്പം അത്രയ്ക്കൊരു പെർഫോമൻസ് ആശയുടെ ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം പലപ്പോഴും നമ്മളുടെ സാറ് പറഞ്ഞ കണക്ക് നമ്മൾ ഈ മാസത്തിലായാലും ഇതിലായാലും റിവ്യൂ, ഞാനുണ്ട്, ജെയു ഉണ്ട്, അരുൺ സാറുണ്ട്, ഷൈനുണ്ട്, ഞങ്ങൾ അഭിജിത്ത് ഉണ്ട്, ഞങ്ങൾ 5 പേരിരുന്ന് പല കാര്യങ്ങളും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും പല തീരുമാനങ്ങളും എടുത്തിട്ടുള്ളതിൽ നമുക്കൊരു പഴുതുപോലും ആശയെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പം അത്രയ്ക്ക് ഡീപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ആശ ചെയ്യുന്നത്. അതിലെനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു തോട്ട് തന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ സാറിനോടാണ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. കാര്യം അതിന് ശേഷമാണ് ഞാൻ ആ ഡിസിഷനിലോട്ട് വന്നത്. കാര്യം സാറ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ ഞാൻ ഒരു 5% 6% മാത്രം ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പോലും എനിക്ക് വന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ഞാൻ ആശയിലോട്ട് വരാം. ആശ ഓഫീസിലേക്ക് ചെന്നതിന് ശേഷം അവിടെ ഇപ്പോൾ ഫുള്ളി ഇൻവോൾവ് ആണ്. അതെ. ആ ബിസിനസ് തലക്കി പിടിച്ചിട്ടുണ്ട്. അതെ. പണ്ടേ ബിസിനസ് താല്പര്യമാണ്, ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ടാണല്ലോ MBA-ക്ക് പോയത്. അതെ. അപ്പൊ ഇപ്പൊ ആ ഗ്രോത്ത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ടോ? പിന്നെ നല്ല കാരണം ഒരു സന്തോഷം. കാലത്ത് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൈ ചൂണ്ടി കുറ്റപ്പെടുത്തിയ ഒരാളാണ്. അതെ. ഇങ്ങേരെ പുറത്ത് വിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ അഭിമാനം തോന്നുന്നില്ലേ? പിന്നെ നല്ല അഭിമാനമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബിസിനസ്സിൽ ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന തന്നെ നമുക്ക് നമ്മളുടെ എംപ്ലോയീസും നല്ല സപ്പോർട്ടീവ് ആണ്. നല്ല രീതിയിൽ നമ്മുടെ അങ്ങനെ ഒരു കൂടെ ടീം നിൽക്കും. ഉള്ളതാണ് അതെ, നമ്മുടെ നല്ല team. ടീമാണ്. ഇപ്പം അങ്ങനെ ടീമിനെ എടുക്കാൻ പറ്റിയത് തന്നെ നമുക്ക് ഇവിടെ ഇപ്പൊ ഈഗിൾ വന്നിട്ട് ഉബ്ജാന് ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു. ഒരുപാട് മാറ്റത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ഉബ്ജാന് പറ്റിയിട്ടുണ്ട്. അപ്പം ഇവിടെ അതുകൊണ്ടാണ് എനിക്കും വന്ന് ഞാൻ പഠിച്ചിട്ട് അത് കണക്കൊന്ന് നിൽക്കണം എന്ന് വിചാരിച്ച്. അതുകൊണ്ട് നമുക്കിപ്പം പെട്ടെന്നാണ് ഹയർ ചെയ്യുന്നത് സ്ലോലി എടുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു തെറ്റ് കണ്ടാലും പെട്ടെന്ന് ഫയർ ചെയ്യാനായിട്ടും നമുക്ക് പറ്റും. ഇന്നതുകൊണ്ടാണ് എന്നുള്ള ആ ഒരു ഡിസിഷൻ ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് ഫാസ്റ്റ് ആണ്. അപ്പോൾ ബിസിനസ്സിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആണ്. അതെ അതെ. വിപിനിലേക്ക് തിരിച്ചു വരാം. വിപിൻ, ജീവിതത്തിൽ പിന്നീടും നേട്ടങ്ങൾ ഉണ്ടായി. ഈ കുറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ ആ നേട്ടങ്ങളുടെ പട്ടിക എനിക്കൊന്ന് കേട്ടാകുള്ളൂ. അതായത് എനിക്ക് നാട്ടിലുള്ള ഒരു കാർ എടുക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ സോളാറിന്റെ വർക്കൊക്കെ കിട്ടി തുടങ്ങി. എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ എപ്പോഴും ഈഗിൾ വന്നതിന് ശേഷം ഓരോ വർഷം ഓരോ ടാർഗറ്റ് എഴുതി വെക്കും, ഗോൾസ് എഴുതി വെക്കും. അപ്പോൾ കാർ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ മുന്നും നോക്കാൻ ഞാൻ കാർ എടുത്തു. പക്ഷേ എൻ്റെ വീട്ടിലോട്ട് വണ്ടി കയറില്ല, വഴിയില്ല. അപ്പോൾ ഒരു ഫ്രണ്ട് സ്ഥലം തന്നു, അവിടെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവനും പെട്ടെന്ന് കാനഡയ്ക്ക് പോകേണ്ടി വന്നു. അപ്പം ഈ വണ്ടി എവിടെ ഇടും എന്നുള്ളൊരു രാത്രിയിലേക്ക് കൊണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇടാനില്ല. അങ്ങനെ ഞങ്ങൾ ആശയുടെ തീരുമാനം നമുക്ക് വസ്തു മേടിക്കണം. അങ്ങനെ ആശയുടെ ഓർണമെന്റ്സ് വന്നു. എൻ്റെ ഒരു കുറച്ച് ബാങ്ക് ബാലൻസ് ചിട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് കുടുംബത്തിൽ നിന്ന് അപ്പനും അമ്മയും കുറച്ച് സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ വീടിനോട് തൊട്ടുതന്നെ മെയിൻ റോഡ് സൈഡിൽ തന്നെ ഒരു വസ്തു വാങ്ങിച്ചു.
വസ്തു വാങ്ങിച്ചു, അതിൻ്റെ കടം തീർക്കണം. അപ്പോഴും ഞങ്ങൾ അടുത്ത വർഷത്തെ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ മൾട്ടിമിക്സ് എന്നുള്ള സ്ഥാപനം അടുത്തടുത്ത ജില്ലകളിലോട്ട് വ്യാപിക്കണം. അങ്ങനെ അതിന് പറ്റിയ സ്ഥലം നമ്മളുടെ ഒരു ഞാൻ തന്നെയാണ് അന്ന സമയത്ത് ആരംഭിച്ച ടീം. ഞാൻ പോയി റിസർച്ചൊക്കെ നടത്തിയപ്പോൾ നമുക്ക് പത്തനംതിട്ടയിൽ ബിസിനസ് വരുന്നുണ്ട്, അവിടെ ഒരു ഔട്ട്ലെറ്റായി. പത്തനംതിട്ട ഔട്ട്ലെറ്റ് ആയപ്പോഴത്തേക്കും പറഞ്ഞു നമുക്ക് ഇനി ഒരു വീട് ആയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വളരെ തെറ്റില്ലാത്ത രീതിയിലുള്ളൊരു വീട് നമ്മൾ വെച്ചു. ഒരു പ്രീമിയം കാറുണ്ട്. ഇപ്പം നമുക്ക് കേരളത്തിൽ 5 ബ്രാഞ്ചസ് ഉണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലയിലും നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ വർഷത്തെ എൻ്റെ 2025-26 ഗോളായിരുന്നു സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഡിസ്ട്രിബ്യൂഷനും അതിന് പറ്റിയൊരു വെയർ ഹൗസും. അതിപ്പം ആലുവ കുന്നത്തേരിയിൽ വർക്കിങ്ങിലാണ്. കേരളത്തിന് പുറത്തും പ്രോജക്റ്റുകൾ ചെയ്യും. കേരളത്തിന് പുറത്ത് മംഗലാപുരവും തിരുനെൽവേലിയും നമ്മളിപ്പം റണ്ണിങ്ങിലാണ്, പ്രോജക്റ്റുകൾ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് വിഷനും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഈ നമ്മളെ കുറ്റപ്പെടുത്തിയ സമൂഹത്തിൽ ഇപ്പൊ നാട്ടുകാരുടെ മുമ്പിലേക്ക് നടക്കുമ്പോൾ എങ്ങനെയുണ്ട്? അതായത് പലപ്പോഴും ഞാൻ എൻ്റെ ജോലി തിരക്ക് കാരണം ആശയുടെ കുടുംബത്തിലും എൻ്റെ കുടുംബത്തിലായാലും ആശയായിരിക്കും പല വിവാഹത്തിനും പല സാഹചര്യത്തിലൊക്കെ നേരത്തെ ചെല്ലാം. എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ ആശ ആരെന്ത് പറഞ്ഞാലും ആശയ്ക്ക് കൂസലില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് ആരെങ്കിലും മുഖത്ത് നോക്കിയിട്ട് നിനക്ക് ഇതിന്റെ ഞാൻ പെട്ടെന്ന് ഡൗൺ ആവുന്ന ആ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഞാൻ പല ഫംഗ്ഷനുകളിലും പോകാറില്ല. അങ്ങനെ മാറി നിൽക്കുക, ബിസിനസ് എങ്ങനെയെങ്കിലും നമുക്ക് കാശൊപ്പിക്കണമല്ലോ അതിനുള്ളൊരു ചിന്തയിലാണ്. അങ്ങനെ പലയിടത്തും ഇവിടെ കളക്ടർ ഉദ്യോഗമൊന്നും അല്ലല്ലോ, ഇവിടെ വന്നുകൂടിയ സമയത്ത് അങ്ങനെ പല പരിഹാസങ്ങളും പലയിടത്തും പല പരിപാടിക്ക് നമ്മളെ വിളിക്കാതെ വരെ ആൾക്കാർ ഇപ്പോൾ എന്തിന് ക്രിസ്മസ് വന്നാൽ പോലും നമ്മൾ ഇവിടെ കരോൾ പോലും വരാതെ പോയിട്ടുണ്ട്, അവിടെ പോയി ഒന്നും കിട്ടത്തില്ല എന്നുള്ള ഇത്. പക്ഷെ ഇപ്പോൾ പെരുന്നാൾ നടത്താൻ വരെ നമ്മളെ വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു അഭിമാനമുണ്ട്. അഭിമാനത്തിന് ഞങ്ങളുടെ ഹാർഡ് വർക്ക് മാത്രമല്ല, നമ്മളെ നാട്ടിൽ ഇപ്പം നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നാട്ടുകാരായാലും നമ്മളെ വിശ്വസിച്ച് ആദ്യത്തെ വർക്ക് എന്ന ബീച്ചേട്ടൻ മുതൽ ഇപ്പം നമുക്ക് വലിയ വർക്ക് തന്നിരിക്കുന്ന നമ്മളെ JSM നമ്മുടെ ഷിഫാസ് ഭായി, നമ്മുടെ ഈഗിളാണ്, അദ്ദേഹം ഉൾപ്പെടെ നമുക്ക് നല്ല സപ്പോർട്ടാണ്. ഇപ്പം ബന്ധുക്കളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്താവശ്യത്തിനായാലും നമ്മളെ വിളിക്കുന്നുണ്ട്. നമ്മളെ 2-3 ഉദ്ഘാടനത്തിന് വരെ നമ്മളെ വിളിച്ചിട്ടുണ്ട്. പ്രൊഫൈലൊക്കെ നിങ്ങൾ മാറിയല്ലേ? ഒന്ന് ക്വിക്ക്ലി സോളാർ, ഇപ്പൊ നമ്മൾ സത്യം പറഞ്ഞ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോളാറിലേക്ക് എല്ലാവരും അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി വളരുമോ? അല്ല, സസ്റ്റൈനബിൾ എനർജി എക്കാലത്തും വളർന്നുകൊണ്ട് തന്നെ ഇരിക്കും. കാര്യം സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് സൊല്യൂഷനാണ്. കാരണം ഏതൊരു സാഹചര്യത്തിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ആയാലും ഒരു പവർ ഒരു എനർജി ആയാലും നമുക്ക് വേണം. അത് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ എനർജി. അപ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഏതൊരു സാഹചര്യത്തിലും അതിൻ്റെ ലെവല് അപ്പായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. കാരണം സൺറൈസ് ടോട്ടലി ഫ്രീ ആണ്. അപ്പം അതിന് ചിലപ്പോൾ പാനലായിരിക്കും ഇനി വരുന്നൊരു 5 വർഷത്തെ ടെക്നോളജി, വേറെ എന്തെങ്കിലും ടെക്നോളജി ആയിരിക്കും. സോ ആ ഫീൽഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ആൾക്കാർക്ക് എന്നും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് എപ്പോഴും അതിൻ്റെ സ്കെയിൽ മേളിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. മൾട്ടിമിക്സ് എങ്ങനെയാണ് മറ്റുള്ളതെന്ന് വ്യത്യസ്തമാണ്? മൾട്ടിമിക്സ് വ്യത്യസ്തമാണ്. നമ്മൾ കുറച്ച് കസ്റ്റമേഴ്സിനെ സ്റ്റഡി ചെയ്തിട്ടാണ് ഓരോ പ്രോജക്റ്റ് അവർക്ക് സൊല്യൂഷൻ കൊടുക്കുന്നത്. നമ്മൾ ഒരു ബ്രാൻഡ് ഓറിയന്റഡ് ഒരു ഫേമല്ല, നമ്മളുടെ വിശ്വാസം നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ അവർക്ക് പ്രോപ്പർ സർവീസ് കൊടുക്കും. നമ്മളാണ് കസ്റ്റമറായിട്ട്, ഇപ്പോൾ ഏത് ബ്രാൻഡ് തന്നെ ആയിരുന്നാലും ബ്രാൻഡുകൾ പലവിധമുണ്ട്. ഇന്നുണ്ടായ ബ്രാൻഡ് നാളെ ഉണ്ടാവണമെന്നില്ല. പക്ഷേ മൾട്ടിമിക്സുമായിട്ട് എഗ്രിമെന്റ് എഴുതി സെലക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സ് അവർക്ക് ട്രസ്റ്റബിൾ സോളാർ പാർട്ണർ മൾട്ടിമിക്സ്. അതിനി എത്ര രൂപ നഷ്ടത്തിലായാലും അവരുടെ ആ വിശ്വാസം നഷ്ടപ്പെടുത്താൻ നമ്മളത് റിസോൾവ് ചെയ്ത ഇഷ്യൂ ഫേസ് കൊടുക്കും. അപ്പം അത്രയും കസ്റ്റമർ കെയർ ഫോക്കസ് ചെയ്തിട്ടാണ് നമുക്ക് പോകുന്നത്. നമ്മളുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് തന്നെ കസ്റ്റമേഴ്സാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ബിസിനസ് വരുന്നത് റെഫറലിൽ കൂടാണ്. കാരണം ഓരോ കസ്റ്റമേഴ്സ് ഹാപ്പി ആയിട്ട് നമ്മളത് സോളാർ വെച്ചുകൊടുത്ത് സാറ്റിസ്ഫൈ ആയതിനു ശേഷം അവരൊരു ഫാമിലിയെ പോലെ നമ്മളുടെ അടുത്ത് റെഫർ ചെയ്യാറുണ്ട്. ഇപ്പം തന്നെ കൗടിയാകെ നമ്മളൊരു 20 കിലോവാട്ടിൻ്റെ ഹൈബ്രിഡ് സൊല്യൂഷൻ ചെയ്തു. അപ്പം അദ്ദേഹം ഞാൻ 2 ദിവസം എബ്രോഡായിരുന്നു, ഒരാഴ്ചത്തേക്ക് ഞാൻ പുറത്ത് പോയിരുന്ന സമയത്ത് എന്നെ വിളിച്ച് കിട്ടിയില്ല. ഓഫീസിൽ വിളിച്ചപ്പോഴാണ് കിട്ടിയത്. അപ്പം എന്നോട് ചോദിച്ചു, അതെന്താ പുറത്ത് പോയത് എന്നോട് പറയാതെ, നമ്മളെല്ലാം ഒരു ഫാമിലി കണക്ക് ആയില്ലേ, ഇനി നമ്മൾ 10-30 വർഷം കാണേണ്ടതല്ലേ. അപ്പൊ അദ്ദേഹത്തിനവിടെ വെച്ചത് കറക്റ്റ് ടൈമിൽ എല്ലാം സോൾവ് ചെയ്ത് കൊടുത്തു. അദ്ദേഹത്തിന് റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അദ്ദേഹം അവിടെ തന്നെ ഉള്ള ഇതേ അതെന്ന് വെച്ചാൽ ഒരു 20 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ്. അതേ നിലവാരത്തിലുള്ള 2-3 പ്രോജക്റ്റ് ഇപ്പൊ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമറാണ് നിങ്ങൾക്ക് വേറെ കസ്റ്റമർ, ആ രീതിയിലേക്ക് നമ്മൾ വളർന്നു. അതെ. അപ്പൊ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഭാവി പരിപാടി എന്ന് പറഞ്ഞത് എനിക്ക് ഒരു അത് പരിപാടിയാണ്, എൻ്റെ ആഗ്രഹമാണ്. അതിനോട് ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കൊരു 250ഓളം എംപ്ലോയീസ് വേണം. അതോടൊപ്പം എനിക്ക് കേരളത്തിൽ ഇപ്പം നമ്മൾ 5 സോൺ ആക്കിയിട്ടുണ്ട്. തമിഴ്നാടും കർണാടകയും അതേപോലെ 5 സോണാക്കി മാറ്റി
സോളാറിൽ എന്തൊക്കെയാണോ, അതായത് സസ്റ്റൈനബിൾ എനർജി ആയിട്ട് ഏതൊക്കെ മേഖലയിലാണോ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് അങ്ങനെ ഒരു മൾട്ടിമേക്സ് സസ്റ്റൈനബിൾ ബിസിനസ് എന്ന് തന്നെ ആക്കി തീർക്കാനാണ് എൻ്റെ ആഗ്രഹം. അതോടൊപ്പം അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെന്റ് പാർട്ടായിട്ട് എവിടെയെങ്കിലും ഒരു വെഞ്ചറിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആശ, ഈ ഒരു മനുഷ്യനെ ഈ നിലയിലെത്തിച്ചതിൽ നിങ്ങൾക്കൊരു വലിയ പങ്കുണ്ട് അല്ലേ? താങ്കള് വേണമെങ്കിൽ അദ്ദേഹത്തോട് ആ തകർന്നു നിൽക്കുന്ന സമയത്ത് എന്നാ ചേട്ടാ പൊയ്ക്കോ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുന്ന പറയാമായിരുന്നു. പക്ഷെ അപ്പോഴും വിട്ടില്ല. ഇല്ല. അത്രയ്ക്ക് കോൺഫിഡൻസ് ഇദ്ദേഹത്തിലുണ്ട്. അതെ അതെ. അതായത് നമ്മളിപ്പം നല്ല കോൺഫിഡൻസ് ഉള്ള ആള് ചിലപ്പം നമുക്ക് റിസ്ക്കും കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പം പറയും ചിലപ്പോൾ, ഇതെല്ലാം നിർത്തിയിട്ട് പോവാന്ന്. പക്ഷേ ഞാൻ പറഞ്ഞ അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് പോകേണ്ടതല്ല. നമ്മള് റിസ്ക് വരുമ്പോൾ അത് കടന്ന് അപ്പുറത്തെത്തിയാൽ മാത്രമേ നമുക്ക് പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. റിസ്ക് വരും, പക്ഷെ നമ്മളത് മുമ്പോട്ട് തന്നെ പോകണം. ഒരിക്കലും പോവണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരിക്കലും പോവാൻ ഞാൻ പറയത്തേ ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയില്ല, പോവണ്ട, എൻ്റെ മോൻ്റെയും കൂടെ തന്നെ നിൽക്കണം, അതാണ് ഏറ്റവും നല്ലതും. നമ്മളിപ്പം നമുക്ക് കുഴപ്പമില്ലാതെ ഒരു പോകാൻ ഫാമിലി പറ്റും. ബിസിനസ്സായി. അതെ, കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്ന രീതിയിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോകുന്നു. അതിലും വളരാനേ നോക്കുകയും ചെയ്യാവുള്ളൂ എന്നൊക്കെ പറയും. ഇനി ഇവിടെ തന്നെ നിർത്തുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടവും. അപ്പൊ ഇപ്പോ രണ്ടുപേരും കൂടി ചേർന്ന് മൾട്ടിമിക്സിനെ വേറെ ലെവലിൽ എത്തിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. അതെ, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, നമ്മളുടെ അതിൽ ജയു ഉണ്ട്, അബി ഉണ്ട്, അരുൺ സാർ ഉണ്ട്, പിന്നെ അത്യാവശ്യം നമ്മളുമായിട്ട് നമ്മളുടെ അതായത് ഇപ്പം നമ്മളുടെ ഒരു ഇൻവോൾവ്മെന്റ്, നമ്മളുടെ ആ ഒരു ഇതും കണ്ടിട്ട് ആ അവരുമായിട്ടുള്ള അപ്രോച്ച് നമ്മളെ കാട്ടി ഒരുപാട് ആത്മാർത്ഥതയോടാണ് അവർ ചെയ്യുന്നത്. കാര്യം അവര് എന്ന് വെച്ചാൽ ജയു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അവന് അത്യാവശ്യം ഹൈ സാലറി ഉണ്ട്. ഞാൻ എൻ്റെ ഡ്രീം അദ്ദേഹത്തിനോട് പങ്കുവെച്ചപ്പോഴത്തേക്കും അദ്ദേഹം ആ ജോലിയോടൊപ്പം തന്നെ എൻ്റെ കമ്പനിയിൽ എങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരാം, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, എങ്ങനെ അതിനുള്ളൊരു സ്ട്രക്ചർ കൊണ്ടുവരാമെന്ന് അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് ലെവലിൽ പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു. ഇപ്പം ഞങ്ങൾ ഒരുമിച്ചാണ്. ഹീസ് ഇൻ മൾട്ടിമിക്സ്. അപ്പം അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റും വളരെ വലുതാണ്. കാര്യം നമ്മൾ പോസിറ്റീവ് ആയാലേ നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാരും പോസിറ്റീവ് ആവുള്ളൂ. ആശയുണ്ട്, ജെയുവിന്റെ വൈഫും നമ്മളുടെ തന്നെ ഉണ്ട്, സെയിൽസ് അദ്ദേഹമാണ് നോക്കുന്നത്. സോ ഒരുപാട് മൾട്ടിമിക്സിനോട് അത്രയ്ക്ക്, അതായത് മൾട്ടിമിക്സ് നമ്മളുടേതാണെന്ന ചിന്തയിൽ നമ്മളോട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രയത്നം തന്നെയാണ് നമ്മളുടെ മൾട്ടിമിക്സിന്റെ വിജയം എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടു വിപിൻ്റെയും ആശയുടെയും ഇത്രസിപ്പിക്കുന്ന സംരംഭക ജേണി. 40 ലക്ഷത്തോളം കടമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പ്രവാസിയായി അധ്വാനിച്ച് ആ കടം വീട്ടി. വിവാഹശേഷം അദ്ദേഹം ഭാര്യയും രണ്ടുപേരും ചേർന്ന് തീരുമാനമെടുത്ത് നാട്ടിലേക്ക് വന്നു. വളരെയധികം കഷ്ടപ്പാടും കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടും ഒരു സാധനം തുടങ്ങി അതിൽ തന്നെ പിടിച്ചു നിന്നു. എവിടെയോ വഴി കാട്ടി ദൈവം. പക്ഷെ അവിടെ നിന്ന് കയറി തിരിഞ്ഞു നോക്കിയിട്ടില്ല. അദ്ദേഹം വളർച്ചയുടെ പാതയിലാണ്. എനിക്ക് ഉറപ്പാണ് ഇവരുടെ സംരംഭം വളരെ വലുതാവുന്നു, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലുതാവുന്നു. കാരണം അവരുടെ പ്രയത്നം അങ്ങനെ തന്നെയാണ്. ഈഗിൾ എൻ്റെ കോച്ചിങ്ങിന് വരുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ അടുത്തറിയുന്നത്. അതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് പേഴ്സണലി സംസാരിച്ചപ്പോൾ 2-3 കാര്യങ്ങൾ ടിപ്പുകൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഈഗിൾ വന്നതിന് ശേഷം, രണ്ടുപേരും വന്നതിന് ശേഷം എനിക്കറിയാം, ഇവർ അടുത്തറിയാം, ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള സംരംഭകരാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും തളരാതെ പിടിച്ചു നിൽക്കാൻ ഇതുപോലെ ചങ്കായി അല്ലെങ്കിൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അതല്ല ഏറ്റവും വലിയ കാര്യം. നമ്മൾ പല ബിസിനസ്സുകളും ചെയ്താലും നമുക്ക് ഏറ്റവും മികച്ച സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഭാര്യയായിരിക്കും നമുക്ക് നല്ലതെന്നുള്ളതിന് ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് ആശയും വിപിനും. അപ്പോൾ അദ്ദേഹം കൂടെ നിന്നു എന്ന് മാത്രമല്ല, ഇന്ന് വിജയത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിയുമാണ്. സ്ഥാപനത്തിൽ അദ്ദേഹം കൂടെയുണ്ട്. നമുക്ക് നല്ല സംരംഭകരും സംരംഭക ജേണിയിൽ ഇത്തരം ദമ്പതികളെയൊക്കെ നമുക്ക് കണ്ടുമുട്ടാനാവട്ടെ. വിപിനാശ, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് നിങ്ങളുടെ. എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളിവിടെ കൊണ്ടുവന്നിരുത്തി ഈ കഥ പ്രേക്ഷകരുടെ മുമ്പിൽ പറയാനായിട്ട്. ഇനിയും നമ്മൾ ഒരുമിച്ച് കുറേ യാത്രകൾ ചെയ്യാനുള്ളതാണ്. ഇനി വളർച്ചയുടെ ഭാഗമാവാൻ സാധിച്ചല്ലോ ഞാനും ഏറ്റവും സന്തോഷിക്കുന്ന ഒരാളാണ്. ബിക്കോസ് നിങ്ങളുടെ സംരംഭം വളർത്തണമെന്ന് നിങ്ങളുടെ ആഗ്രഹത്തോടൊപ്പം തന്നെ എൻ്റെ ഒരു ആഗ്രഹമാണ് അത് വളർന്നു കാണാൻ. അപ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ ഈഗിൾ മൊത്തം കമ്മ്യൂണിറ്റിയുടെ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും നിങ്ങൾക്കും നിങ്ങളുടെ സ്ഥാപനത്തിനും കുടുംബത്തിനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ എംപ്ലോയീസിനും.